എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഹൗ ടു ഡിസൈൻ എ ബിസിനസ് സ്ട്രാറ്റജി എന്ന ടോപ്പിക്കാണ്. എങ്ങനെ മികച്ച ഒരു ബിസിനസ് സ്ട്രാറ്റജി ഡിസൈൻ ചെയ്യാം. ഒരു സ്ഥാപനത്തിൻ്റെ വിജയത്തിലെ ഏറ്റവും വലിയൊരു സീക്രട്ട് ഫോർമുലയാണ് അവർ അവലംബിക്കുന്ന ഒരു സ്ട്രാറ്റജി ബ്ലൂ പ്രിൻ്റ് അഥവാ ഒരു ബിസിനസ് സ്ട്രാറ്റജി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇത് എത്രത്തോളം സ്ട്രക്ചേർഡായി ഡെവലപ്പ് ചെയ്യാൻ പറ്റും, അതിന് എന്തൊക്കെ ചേരുവകളാണ് ഉണ്ടാകേണ്ടത്, ഒരു 7 കാര്യങ്ങൾ നോക്കുമ്പോഴാണ് ശരിക്കും ഒരു വ്യക്തമായ ബിസിനസ് സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത്. ഇതിൻ്റെ പുറകിലുള്ളത് ചില കോർ ക്വസ്റ്റ്യൻസാണ്. ആ ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ കണ്ടെത്തുമ്പോഴാണ് മികച്ചൊരു ബിസിനസ് സ്ട്രാറ്റജി ഉടലെടുക്കുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആ 7 കാര്യങ്ങളിൽ ഏറ്റവും ആദ്യത്തേത് വാട്ട് ആർ അവർ അംബീഷൻസ്. ഒരു പ്രസ്ഥാനം നടത്തുന്ന ആളുകളുടെ അംബീഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ആ വിഷനും ഒബ്ജക്റ്റീവ്സും ഒക്കെ കണ്ടെത്തുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് എന്തൊക്കെയാണ് അവരുടെ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സ്, അതായത് എത്ര റവന്യൂ ബിസിനസ്സിൽ നിന്ന് ഉണ്ടാക്കാനാണ്, അല്ലെങ്കിൽ എന്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാനാണ്, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തതിന് എന്ത് റിട്ടേൺ ആണ് ആ കമ്പനി എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇത് വളരെ ക്ലിയർ ആയിട്ട് തന്നെ ഉണ്ടാവണം. അതുപോലെ തന്നെ നോൺ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സും, ഉദാഹരണം പറഞ്ഞാൽ മാർക്കറ്റ് ഷെയർ, എത്ര ശതമാനം മാർക്കറ്റ് ഷെയർ നമുക്ക് വേണം, അല്ലെങ്കിൽ പൊസിഷൻ, മാർക്കറ്റ് പൊസിഷൻ എന്തായിരിക്കണം, ലീഡർ ആവണോ, 2ാം സ്ഥാനക്കാരാവണോ, 3ാം സ്ഥാനക്കാരാവണോ, ടോപ്പ് 10-ലെത്തണോ, അല്ലെങ്കിൽ എന്താണ് ഈ ബിസിനസ് തുടങ്ങുമ്പോഴുള്ള പർപ്പസ് എന്താ, മറ്റുള്ളവർ ഏത് ഇമേജിൽ നമ്മളെ കാണണം. അതുപോലെ തന്നെ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ ഒരു ആസ്പെക്റ്റിൽ അല്ലെങ്കിൽ ഒരു കസ്റ്റമറുടെ പേഴ്സ്പെക്റ്റീവിലൊക്കെ നമ്മൾ വിജയിച്ച് നിൽക്കുന്ന ഒരു പ്രസ്ഥാനമായി കാണണമെങ്കിൽ അതിലെന്തൊക്കെ എലമെൻറ്റുകൾ ഉണ്ടാവണം. ഇതൊക്കെ ഏറ്റവും ആദ്യമേ ഒന്ന് കണ്ടെത്തുക എന്ന് പറയുന്നത് തന്നെ ഒരു സ്ട്രാറ്റജി മെനയുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ എല്ലാ ഏരിയകളിൽ നിന്നുള്ള ആംബീഷൻസും ഗോൾസും ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യുക, അത് കണ്ടെത്തുക. പിന്നെ രണ്ടാമത്തെ കാര്യം വേർ ഡു വി കോമ്പീറ്റ്. അതാണ് അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ എവിടെയാണ് കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത്, ഏത് മാർക്കറ്റാണ് നമ്മൾ ബിസിനസ് ചെയ്യാനായിട്ട് എടുക്കുന്നത്, ഏത് ജിയോഗ്രഫിയാണ് നമ്മൾ കൺസിഡർ ചെയ്യണത്, ഏത് തരം കസ്റ്റമറെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യണത്, കസ്റ്റമർ സെഗ്മെൻറ്റ്. ഉദാഹരണം പറഞ്ഞാൽ നാട്ടിലെ ഏറ്റവും പണമുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന ആളുകളെയാണോ ടാർഗറ്റ് ചെയ്യുന്നത്, ഇടത്തരക്കാരെയാണോ, അത് യങ്സ്റ്റേഴ്സിനെയാണോ, സ്ത്രീകളെയാണോ, ഇങ്ങനെയൊക്കെയുള്ള കസ്റ്റമർ സെഗ്മെൻറ്റേഷൻ എടുക്കാമോ അത് നോക്കുക. പിന്നെ ഒരു ഐഡിയൽ കസ്റ്റമർ എന്ന് വിളിക്കുന്ന നമ്മുടെ ആൾ ആരാണ്, അത് ഏത് തരം ആളുകളാണ്, അതും റെക്കോർഡിക്കലാക്കുക. പിന്നെ കസ്റ്റമറുടെ എന്തെല്ലാം ആവശ്യങ്ങളെയാണ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യാൻ പോകുന്നത്, അതായത് അഫോർഡബിലിറ്റീനെയാണോ അതെയോ അവർക്ക് ഫാസ്റ്റായിട്ടൊരു പ്രൊഡക്റ്റ് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണോ, ഏത് പെയിൻ ഏരിയനെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ എന്താ കസ്റ്റമർക്ക് ഓഫർ ചെയ്യാൻ പോകുന്നത്, നമ്മുടെ പ്രൊഡക്റ്റ്, സർവീസസ്, കസ്റ്റമർ എക്സ്പീരിയൻസ് ഏതിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്, വിലക്കുറവിലാണോ, മികച്ച സർവീസിലാണോ, മികച്ച ക്വാളിറ്റിയിലാണോ, എന്തിലാണ് നമ്മൾ കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് കണ്ടെത്തേണ്ടത് സ്ട്രാറ്റജി മെനയുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. മൂന്നാമത്തെ കാര്യം ഹൗ ഡു വി കോമ്പീറ്റ്. എങ്ങനെയാണ് നമ്മൾ കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. കാരണം എന്തുകൊണ്ട് കസ്റ്റമർ നമ്മളിൽ നിന്ന് വാങ്ങണം, നമ്മുടെ ഏറ്റവും മികച്ച ഓപ്പറേഷണൽ എക്സലൻസ് കാരണമാണോ, കസ്റ്റമർ ഇൻറ്റിമസി കാരണമാണോ, അതെയോ നമ്മുടെ പ്രൊഡക്റ്റ് ലീഡർഷിപ്പ് എന്നൊക്കെ പറയണ പോലെ നമ്മുടെ അടുത്തേ ഈ പ്രൊഡക്റ്റ് ലഭിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഈ വിലയ്ക്ക് ലഭിക്കുകയുള്ളൂ അത് കാരണമാണോ, എന്താണെന്ന് നമ്മൾ കണ്ടെത്തണം. അതുപോലെ തന്നെ കസ്റ്റമർക്ക് എങ്ങനെയാണ് നമ്മൾ വാല്യൂ ക്രിയേറ്റ് ചെയ്യുക, അതായത് പ്രൈസ് കൊണ്ടാണോ, ഫീച്ചേഴ്സ് കൊണ്ടാണോ, അതേ ക്വാളിറ്റി കൊണ്ടാണോ, അവൈലബിലിറ്റി കൊണ്ടാണോ, നമ്മുടെ സ്ഥാപനത്തെ പറ്റിയുള്ള ഇമേജ് കൊണ്ടാണോ, റിലേഷൻഷിപ്പ് വഴിയാണോ, അതും കണ്ടെത്തണം. ഹൗ വിൽ വി മേക്ക് മണി, അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മളെങ്ങനെ പണം ഉണ്ടാക്കും, അതായത് നമ്മളൊരു പ്രീമിയം ചാർജ് ചെയ്തിട്ടാണോ, അതോ കൂടുതൽ വോളിയം ചെയ്തുകൊണ്ട് ചെറിയ മാർജിനിൽ ചെയ്ത് അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ആണോ, കോസ്റ്റ് അഡ്വാൻറ്റേജ് എടുത്താണോ, വേറെ എന്തെങ്കിലും അതർ ഇൻകം റവന്യൂ സ്ട്രീമുകൾ ഉണ്ടാവുമോ, നമ്മുടെ ഡിഫറൻ്റ് ആയിട്ടുള്ള പ്രൈസിങ് മെക്കാനിസം വഴിയാണോ, എങ്ങനെ നമ്മൾ കോമ്പീറ്റ് ചെയ്യും. ഇതും സ്ട്രാറ്റജിയിലേക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നൊരു പ്രധാന എലമെൻറ്റാണ്. അടുത്ത 4ാമത്തെ കാര്യം വാട്ട് ആക്ടിവിറ്റീസ് ഡു വി പെർഫോം. എന്തൊക്കെ ആക്ടിവിറ്റീസാണ്, അതായത് നമുക്ക് പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ ആ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി എന്തെല്ലാം ആക്ടിവിറ്റി അതിൻ്റെ അകത്തുണ്ടാവും, അല്ലെങ്കിൽ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി, സെല്ല് ചെയ്യാൻ വേണ്ടി, കസ്റ്റമർക്ക് ഓഫർ ചെയ്യുന്ന കാര്യങ്ങൾ ഡെലിവറി ചെയ്യാൻ വേണ്ടി എന്തൊക്കെ സബ് ആക്ടിവിറ്റീസ് ഉണ്ടാവും, ഇത് ലിസ്റ്റ് ഡൗൺ ചെയ്യണം. എന്നിട്ട് അതിൽ ഏറ്റവും എക്സെപ്ഷണലി ഗുഡായിട്ട് നമ്മൾ എന്തിലാണുള്ളത് അതൊന്ന് കണ്ടെത്തണം. പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ ഔട്ട്സോഴ്സ് ചെയ്യണം. ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ പുറത്തുനിന്ന് എടുക്കുകയായിരിക്കും നല്ലത്. ചിലപ്പോൾ ചില കൺസൾട്ടിങ് ഫേമുകളുടെ സപ്പോർട്ട് ഔട്ട്സോഴ്സ് ചെയ്യാം, ചിലർ ടെലികോളിംഗ് സപ്പോർട്ട്, അല്ലെങ്കിൽ ഒരു ബാക്ക് ഓഫീസ് ചിലർ ഔട്ട്സോഴ്സ് ചെയ്യും, ചിലർ മാനുഫാക്ചറിങ് ചെയ്യുന്നതിന് പകരം പ്രൊഡക്ഷൻ ഔട്ട്സോഴ്സ് ചെയ്യും. അങ്ങനെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് പെർഫോം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ പുറത്തുനിന്ന് എടുക്കേണ്ടതുണ്ടെങ്കിൽ അതൊക്കെ ലിസ്റ്റ് ഔട്ട് ചെയ്യണം. അടുത്ത 5ാമത്തെ കാര്യം വാട്ട് റിസോഴ്സസ് ആൻഡ് സപ്പോർട്ടിംഗ് ഓർഗനൈസേഷൻ ഡു വി നീഡ്. എന്തൊക്കെ സംവിധാനങ്ങൾ നമ്മളുടെ ബിസിനസ് മികച്ച രൂപത്തിൽ വിജയിക്കുന്നതിന് ആവശ്യമാണ്, ഏതൊക്കെ കാര്യങ്ങൾ ഔട്ട്സോഴ്സ് ചെയ്യണം അല്ലെങ്കിൽ പുറത്തുനിന്ന് എടുക്കണം, ആരെയൊക്കെ സപ്പോർട്ട് നമ്മൾ നേടണം. അപ്പോൾ എല്ലാ ആക്ടിവിറ്റീസും നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ ലിസ്റ്റ് ഡൗൺ ചെയ്യുന്ന പെർഫോം ചെയ്യേണ്ട ആക്ടിവിറ്റീസിൽ ടാഞ്ചിബിൾ ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള റിസോഴ്സ് ഉണ്ടാവും, ചില ക്യാപ്പബിലിറ്റീസ് നമുക്കുണ്ടാവും, ചില നോളജ് നമുക്കുണ്ടാവും, പുറത്തുനിന്ന് നോളജ് അക്വയർ ചെയ്യേണ്ടതുണ്ടാവും. അപ്പോൾ ഇതെല്ലാം എങ്ങനെ ഓർഗനൈസ് ചെയ്യണമെന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് ആരെയൊക്കെ കൂടെ കൂട്ടണമെന്ന് കണ്ടെത്തുന്നതും ഒരു മികച്ച സ്ട്രാറ്റജി തന്നെയാണ്.
ആൻഡ് ആറാമത്തെ കാര്യം ഹൗ വിൽ വി ഗെറ്റ് ദർ, എങ്ങനെ നമ്മൾ അവിടേക്ക് എത്തും. അതായത് എന്തൊക്കെ സ്ട്രാറ്റജിക് മൂവുകൾ നടത്തിയിട്ട് സ്ട്രാറ്റജിക് മൊമെൻറ്റുകൾ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കൊണ്ടുവരണം. പല തന്ത്രങ്ങൾ മെനഞ്ഞ് അതിന് വേണ്ട അവസരങ്ങൾ ഒരുക്കി എങ്ങനെയാണ് നമ്മൾ അതിലേക്ക് എത്തുക, എന്ത് സീക്വൻസിലായിരിക്കും നമ്മൾ പോവുക, എന്ത് സ്പീഡിലായിരിക്കും നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുക, നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഏത് സമയത്താണ് ഒരു ടൈം ലൈൻ ചാർട്ട് ഇട്ട് എപ്പോഴൊക്കെയാണ് എങ്ങനെയാണ് നമ്മൾ അതിലേക്ക് എത്തിച്ചേരുക എന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത കാര്യം. ആൻഡ് ഫൈനലി ഏഴാമത് വൈ ഡു വി ബിലീവ് അവർ സ്ട്രാറ്റജി വിൽ വർക്ക്, നമ്മുടെ സ്ട്രാറ്റജി വർക്കൗട്ട് ആകും എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് എന്തുകൊണ്ട്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ചില അസംഷൻസ് നമുക്ക് ഉണ്ടാവണം, ചില ബിലീഫ്സ്, അല്ലെങ്കിൽ നമ്മുടെ സ്ട്രാറ്റജി സക്സസ്ഫുൾ ആവും എന്നുള്ളതിന് നമ്മൾ ഡിസൈറബിലിറ്റി നോക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഫീസിബിലിറ്റി നോക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു വയബിലിറ്റി നോക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ബെഞ്ച് മാർക്കിംഗ് ചെയ്തിട്ടുണ്ട്, കോമ്പറ്റീറ്റർ അനാലിസിസ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ്. കാരണം നമ്മളൊരു സ്ട്രാറ്റജി ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ ആ സ്ട്രാറ്റജി വിജയിക്കുമെന്നുള്ളതിന് നമുക്ക് വെറുതെ ഒരു ഹോപ്പ് മാത്രം പോരാ, പകരം അതിനെ ശരിയായ രൂപത്തിൽ പഠിച്ചിട്ടുണ്ടാവണം, കമ്പാരിസൺ നടത്തിയിട്ടുണ്ടാവണം, ഡാറ്റകൾ നോക്കിയിട്ടുണ്ടാവണം. എങ്കിൽ മാത്രമാണ് നമ്മുടെ സ്ട്രാറ്റജിക്ക് ഒരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്, മറ്റുള്ളവരേക്കാൾ ഒരു മേൽക്കൈയും ഉണ്ടാവുള്ളൂ. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക എന്നുള്ളതാണ് ഒരു ബിസിനസ് സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുമ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഈ 7 കാര്യങ്ങളും വളരെ വൈറ്റലായിട്ടുള്ളതാണ്. ഏറ്റവും ആദ്യം നമ്മൾ പറഞ്ഞു തുടങ്ങിയത് നമ്മുടെ അംബീഷൻസും ഗോൾസിൽ നിന്ന് തുടങ്ങി എവിടെയാണ് നമ്മൾ കോമ്പീറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മൾ കോമ്പീറ്റ് ചെയ്യേണ്ടത്, എന്തൊക്കെ ആക്ടിവിറ്റീസ് നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ പ്ലാൻ ചെയ്യണം, അതിന് എന്തൊക്കെ സംവിധാനങ്ങൾ വേണം, ആരിൽ നിന്നൊക്കെ സപ്പോർട്ട് എടുക്കണം, എങ്ങനെ നമ്മൾ അവിടേക്ക് എത്തിച്ചേരും, അതുപോലെ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ട്രാറ്റജി വർക്കൗട്ട് ആവുന്നുള്ളതിലുള്ള നമ്മുടെ വിശ്വാസം. 7 കാര്യങ്ങൾ കമ്പൈൻ ചെയ്യുമ്പോഴാണ് ഒരു മികച്ച ബിസിനസ് സ്ട്രാറ്റജി ഡെവലപ്ഡായി വരുന്നത്. അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴാണ് ഏത് ഓർഗനൈസേഷനും നല്ല സക്സസ് ഉണ്ടാവുന്നത്. അപ്പം നല്ല ബിസിനസ് സ്ട്രാറ്റജികൾ ഡെവലപ്പ് ചെയ്ത് ഓർഗനൈസേഷനെ വലിയ ഗ്രോത്തിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. താങ്ക് യു.